Mr. Krishna Kumar, kindly could you give the welcome speech? സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ബാലകൃഷ്ണ പണിക്കർ സാറെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളോടൊപ്പം എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുള്ള പാലക്കാട് മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ്, അദ്ദേഹത്തെയും ഈ യോഗം ചെയ്യണം. നമ്മുടെ ഈ യോഗത്തിന് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന നമ്മുടെ ഏവർക്കും പ്രിയങ്കരമായിട്ടുള്ള നമ്മുടെ ഈ എഞ്ചിനീയർ ശ്രീധരൻ സാറെ അവരുടെയും ഈ യോഗത്തിലേക്ക് പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പാലക്കാട്ടിലെ എഞ്ചിനീയേഴ്സ്, ഈ കെട്ടിട നിർമ്മാണ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ നേതൃത്വത്തിലിരിക്കുന്ന എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ ബാലകൃഷ്ണ പണിക്കർ സാറെ ക്ഷണിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. പാലക്കാട് എഞ്ചിനീയർമാരുടെ ചെറിയ കൂട്ടായ്മ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സംഘടിപ്പിച്ച് നമ്മുടെ ബഹുമാന്യനായ അതിഥിയുമായൊരു സംവാദത്തിന് ഏർപ്പെടാനുള്ള ഒരു അവസരം എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ ഒരുക്കി. രാഷ്ട്രം ആദരിച്ചിട്ടുള്ള ഒരു മഹാവ്യക്തി നമ്മുടെ ആദരവിന് പറ്റിയ കാര്യമൊന്നും. രാഷ്ട്രത്തിന് വേണ്ടി ആത്മാർത്ഥമായും സത്യസന്ധതയോടും കറകളഞ്ഞ സേവനം അനുഷ്ഠിച്ച ശ്രീ ശ്രീധരന്റെ പ്രവർത്തന രംഗം മുഖ്യമായും നമ്മൾ എല്ലാവരും അറിയുന്ന മെട്രോയുടെ ഒരു ഉപദേശകനായിരുന്നു. പാലക്കാട്ട് ഞാൻ 1960 ആദ്യം ഇവിടെ വരുമ്പോൾ ശ്രീധരൻ ഇവിടെ വന്നിട്ടില്ല. അതിനുശേഷം 61 മുതൽ 63 വരെ അദ്ദേഹം ഇവിടുത്തെ പാലക്കാട് ഡിവിഷന്റെ എഞ്ചിനീയറായിരുന്നു, സിവിൽ എഞ്ചിനീയറായിരുന്നു. ഞങ്ങളുടെ പ്രവർത്തന കേന്ദ്രം ഏതാണ്ട് അടുത്തടുത്തായിരുന്നു. എഞ്ചിനീയറിംഗിനെക്കാളും അന്ന് ഇന്നത്തെ ഡിവിഷൻ ഓഫീസ് ഇല്ലാതിരുന്ന കാലത്ത് ഡിവിഷൻ വേറെ റെയിൽവേയുടെ ചില ക്വാർട്ടേഴ്സ് അവിടെയൊക്കെ ആയിരുന്നു അവരുടെ ഓഫീസ്. പിന്നെ ആ പ്രദേശമൊന്നും കണ്ടാൽ അറിയില്ല. ഞാനിവിടെ വരുന്നത് വാളയാറിൽ നിന്ന് വടക്കഞ്ചേരി വരെയുള്ള നാഷണൽ ഹൈവേയുടെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവായിരുന്നു വരുന്നത്. അദ്ദേഹം ഇവിടെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ബന്ധപ്പെടാനൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ 60 വർഷം കഴിഞ്ഞിട്ടും ഇന്നത്തെ നമ്മുടെ വടക്കഞ്ചേരി വരെ കഴിഞ്ഞാൽ പിന്നെ സംഗതി കിടക്കാം. ആ സ്വപ്നം തുരങ്കം വച്ചിരിക്കുകയാണ്, തുരങ്കത്തിൽപ്പെട്ട് അങ്ങനെ കിടക്കുക. 60 വർഷം വെച്ച ഒരു രാഷ്ട്രത്തിന് കാത്തു നിൽക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമല്ല. അതിഥിയായ മാന്യ അതിഥി, ഒരു കാര്യം 1-2 കാര്യങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പറയുന്നുള്ളൂ. ഒന്ന്, സമയബന്ധിതമായി ഏത് പ്രോജക്റ്റും ചെയ്തു തീർക്കാനുള്ള കഴിവ്. കാരണം സാധാരണ ഇവിടെ കൊടുക്കുന്ന പദ്ധതികളെല്ലാം 4-5 കൊല്ലമുള്ള കാലാവധിക്ക് തീർക്കാനുള്ള രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റ് ഇട്ടിട്ടാണ് ആ പദ്ധതികളെല്ലാം ഇവിടെ സാങ്ഷൻ ചെയ്യാറുള്ളത്. പക്ഷേ 5 കൊല്ലത്തേക്ക് വിഭാവന ചെയ്ത ഒരു പദ്ധതി 50 കൊല്ലമായിട്ടും തീരാത്ത ഇപ്പോഴും കിടക്കുന്ന അവസ്ഥയാണ്. ഇതിന് വാസ്തവത്തിൽ നമ്മളും കുറ്റക്കാരാണെന്നുള്ള എൻ്റെ അഭിപ്രായം. രാഷ്ട്രശില്പികൾ എന്നത് അവകാശപ്പെടുന്ന എഞ്ചിനീയർമാർ ഇതിന് ചുക്കാൻ പിടിക്കുന്ന രംഗത്തേക്ക് കടന്നു വരാനുള്ള മടിച്ചാണ്. അധികാരം കിട്ടാതൊന്നും നടക്കില്ല. അധികാര സ്ഥാനങ്ങളിലേക്ക് തള്ളിക്കയറാനുള്ള മനോഭാവം നമുക്കില്ല. നമുക്കെപ്പോഴും തല കുരിച്ചു കൊടുക്കാനും വെട്ടിക്കൊള്ളാൻ നിന്നു കൊടുക്കാതെയുള്ള ദാസ്യവൃത്തി, ആ മനോഭാവം ഇപ്പോഴും ഉണ്ട്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം വഷളായ ഒരു രംഗം ഉണ്ടായത് മുഴുവൻ നമ്മളുടെ അഭാവമാണെന്ന് ഞാൻ പറയും.
രാഷ്ട്രസ്നേഹികളായ കർമ്മശേഷിയുള്ള ഉത്തമ പൗരന്മാർ ആ രംഗത്തേക്ക് വന്നെങ്കിൽ മാത്രമേ അത് ശുദ്ധീകരിക്കാൻ പറ്റൂ. അപ്പൊ നമ്മുടെ ഭരണകർത്താക്കള് ആ രംഗം ഒന്ന് അഴിച്ച് കുറച്ചു വറുക്കുകയോ ശുദ്ധീകരിക്കുകയോ ചെയ്ത് ഈ രാഷ്ട്രത്തിന് വേണ്ടി ഇത് ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ ചെലവിൽ നമ്മളെ ശ്രീധരൻ സാറ് അടുത്ത കാലത്താണ് ഈ പ്രവർത്തന രംഗത്തിൽ നിന്ന് പതുക്കെ പിൻവലിഞ്ഞത്. എന്നേക്കാൾ 3 വയസ്സിന് എളുപ്പമാണെങ്കിലും ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് എല്ലാവിധ മംഗളങ്ങളും ഞാൻ ആശംസിക്കുന്നു. അദ്ദേഹത്തിന്റെ സേവനം നമുക്ക് ആവശ്യമുണ്ട്. ഏത് പാർട്ടിയിലായി പാർട്ടികൾ നമ്മളെ വിഭജിച്ച് ഓരോ കമ്പാർട്ട്മെന്റിലാക്കി രാഷ്ട്രം ഒന്നായി കാണാനുള്ള ഒരു മനോഭാവം രാഷ്ട്രീയക്കാരുടെ ഇടയിലും രാഷ്ട്രീയത്തിലും ഉണ്ടാകണം. അതിന് തുടക്കത്തിനുള്ള തൻ്റെ ഇടം കാണിച്ചതിന് ഞാൻ അദ്ദേഹത്തിന്റെ തൻ്റെ ഇടം അഭിനന്ദനീയമാണ്. കാരണം എല്ലാവരും മടിച്ചു നിൽക്കുന്ന ആ രംഗം ഇനി എഞ്ചിനീയർമാർ അത് ഭരിക്കാനായിട്ട് അകത്ത് കയറണം. ഇന്നത്തെ ചെറുപ്പക്കാരായ എഞ്ചിനീയർമാർ നല്ലവരുണ്ട്, പക്ഷേ സാങ്കേതിക വിദ്യയിൽ പരിചയവും മികവും ഉള്ള പരിചയസമ്പന്നരായ ആളുകളുടെ അഭാവമാണ്. എങ്ങനെയാണ് ഒരു പദ്ധതികൾ പറഞ്ഞ സമയത്ത് തീർക്കാൻ കഴിയുക എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള കർമ്മശേഷിയുള്ള ആൾക്കാർ എഞ്ചിനീയർമാരാണ് അതിനകത്ത് പരമയോഗ്യം. അതുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് ചുരുങ്ങിയ സമയത്ത് ഒരു ഇന്ററാക്ഷൻ നമ്മളുടെ ഒരേ തൂവൽ പക്ഷികളാണ്. അന്യോന്യം സംവദിക്കുന്നതിന് രാഷ്ട്രീയം ഒരു തടസ്സമല്ല, ഒരു അതിലല്ല. ആശയവിനിമയത്തിന് ഏത് പാർട്ടിയായാലും ഏത് ആശയഗതിയാലും നമുക്ക് നേരാവണ്ണം നമ്മളുടെ ആശയം പ്രകടിപ്പിക്കുകയും അങ്ങനെ അത് ബോധ്യപ്പെടുത്താനുള്ള നമുക്ക് ഇച്ഛാശക്തിയും കർമ്മശേഷിയും വാചാശക്തിയും ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ ആ രംഗം കുറേയൊക്കെ മെച്ചപ്പെടും. ഇന്ന് കാണുന്ന സഭ്യവർഷം അദ്ദേഹം രാഷ്ട്രീയത്തിന്റെ പ്രവേശത്തെ പറ്റി ഉള്ള ചിലരുടെ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ ഈ രാജ്യം എങ്ങനെയാണ് ഈ രാജ്യം നന്നാകേണ്ടെന്നുള്ള കുറെ ആൾക്കാരാണെന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ മാറിയിട്ട് അദ്ദേഹത്തിന്റെ രംഗപ്രവേശം അതിനെ രംഗം കിട്ടണമല്ലോ. അദ്ദേഹത്തിന് ഈ രംഗം കിട്ടിയതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്ത് കാണിക്കാനുള്ള അവസരം കിട്ടുന്നത്. അവസരങ്ങൾ എല്ലാവർക്കും കിട്ടാറില്ല. ആ കിട്ടിയ അവസരങ്ങൾ പരമാവധി ഭംഗിയായിട്ട് നിർവഹിക്കാനുള്ള കഴിവുകളിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മുൻഗാമിയായിട്ട് ഞാൻ ഒരു വ്യക്തിയെ എൻ്റെ ഓർമ്മയുള്ളൂ, വിശ്വേശ്വരയ്യ. ആ വിശ്വേശ്വരയുടെ പാത പിന്തുടർന്ന് സത്യസന്ധതയും ആത്മാർത്ഥതയും കർമ്മശേഷിയും ഒക്കെ ഉള്ള എല്ലാം തികഞ്ഞ ഒരു വ്യക്തി. എത്രയോ അദ്ദേഹത്തിന് 90 വർഷമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ജീവിച്ചത്, 100 വയസ്സ് കഴിഞ്ഞതാണ്. അപ്പൊ അങ്ങനെ രണ്ടാം വിശ്വേശ്വരയ്യ എന്ന നാമധേയത്തിൽ അറിയപ്പെടാനുള്ള യോഗ്യത അദ്ദേഹവുമായിട്ട് സംവദിക്കാൻ കിട്ടിയ അവസരം അസുലഭമായ ഒന്നാണ്. അദ്ദേഹം നമ്മൾ ആദരിച്ചിട്ടുണ്ട്. കർണാടക എഞ്ചിനീയർമാർ പ്രത്യേകമായിട്ട് നമ്മുടെ എഞ്ചിനീയർ ഒക്കെ നമ്മൾ അദ്ദേഹത്തിനെ ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് അദ്ദേഹത്തിന്റെ പുതിയ പാത, അതിൽ അദ്ദേഹത്തിന് സർവവിധം മംഗളങ്ങളും നേരുക. അദ്ദേഹം എന്താണ് പാലക്കാടിന്റെ ഡെവലപ്മെന്റിന് അദ്ദേഹത്തിന്റെ ഭാവനയിലുള്ളത്, അത് നമുക്കെന്താണ്, നമുക്ക് അദ്ദേഹത്തിന്റെ ഓടൊപ്പം അദ്ദേഹത്തിനെ സഹായിക്കാനും അദ്ദേഹത്തിനെ ഉപദേശിക്കാനും ഒക്കെ ഉള്ള എന്തെല്ലാം മേഖലകളുണ്ട് എന്നുള്ള ഒരു കാര്യങ്ങൾ നടന്നാലും ഇല്ലെങ്കിലും ചിന്തിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പൊ പാലക്കാട് ഒരു പുതിയ പാലക്കാട് ഡിസ്ട്രിക്ട് മുഴുവൻ തന്നെ അതുവഴിയില്ല, പുതിയ കേരളവും അതിനപ്പുറം നമ്മുടെ രാഷ്ട്രം. അങ്ങനെ നമ്മളെല്ലാവരും ഒരുപോലെ പുരോഗമിക്കാനുള്ള ഒരു അവസരത്തിന്റെ ഒരു കണ്ണിയായിട്ട്, ആ ശൃംഖലയുടെ ഒരു കണ്ണിയായിട്ട് അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടാവും. ഞങ്ങളെല്ലാം അദ്ദേഹത്തിനോടൊപ്പം ആ രംഗത്തുണ്ടാവും. അദ്ദേഹത്തിന്റെ സംബന്ധിക്കാനുള്ള ഈ അവസരം എൻ്റെ സുഹൃത്തുക്കൾ അവരുടെ ആശയങ്ങൾ അവർ പ്രകടിപ്പിക്കാൻ, അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന് ഉള്ളിലുള്ളത്. കാരണം കുറെ ചോദിക്കാതെ പറയുന്നത് വാചാലനല്ല, അധികം സംസാരിക്കുന്ന ഒരു വ്യക്തിയുമല്ല അദ്ദേഹം തന്നെ പറയും. പക്ഷെ പറയേണ്ടത് പറയും.
പറയേണ്ടാത്ത പറയുകയില്ല. അത് അദ്ദേഹത്തിന്റെ ഉള്ളു തുറന്നുള്ള ഒരു സംഭാഷണം, ഒരു ആശയവിനിമയം, അതിനുള്ള വേദി ഒരുക്കിയതിന് എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഞാൻ അധികം ദീർഘിക്കുന്നില്ല. നമുക്ക് കിട്ടിയ ചുരുങ്ങിയ സമയത്തിൻ്റെ വില അറിയുന്ന ആൾക്കാരാണ്. നമുക്കത് ഏകമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, ആശയവിനിമയം നടത്തും. അതുകൊണ്ട് നിങ്ങളെല്ലാം അത് അവസരം പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ. Thank you, Dr. Balakrishna Panikkar, for your kind words. We are with you in this movement to a brighter, greater Palakkad. Many of the eminent engineers here may be knowing Dr. Sridharan personally, or they might have heard of him. I'm going to just say a few words for the benefit of the young engineers here. The year was 1965. 1964 December, there was a huge cyclone which swept away the Pamban railway bridge, which connects Rameshwaram to the mainland Tamil Nadu. The Indian Railways wanted the bridge to be reconstructed. They gave a period of 6 months. Dr. Sridharan had joined Indian Railways after passing out from Kakinada as a young engineer, as a young civil engineer. He had joined the Indian Railways. As a young engineer, he was given the task of reconstructing the bridge. He did it in a record period of just 46 days, for which he was awarded the Railway Minister's Award. It was just one of the first awards he got in his accomplished career. He has been awarded the Padma Shri, the Padma Vibhushan. He has been honored by the French government with the Legion of Honor. He is Asia's top heroes. The UN Secretary General, Ban Ki-moon, had appointed him in the advisory panel for sustainable transport. He has been honored across the world. He is the face of modern India. Like the previous speaker had mentioned, he is our Vishveshwaraya. We are being blessed, we have been really honored because of his deciding to take up the development of Palakkad and represent Palakkad in the coming assembly elections. After the Pamban Bridge, he went on to Calcutta Metro. That's why he is called the Metro Man. That was the first metro to be developed in India. After that, he actually came down to Kerala and turned around Cochin Shipyard, which was floundering in those days. And in the year 1981, under his leadership, they launched the first ship, MV Rani Padmini. Following a long illustrious career in Indian Railways, he had retired in 1990, but the government of the day decided that he is too valuable an asset to retire, and they appointed him as CMD of the Konkan Railway. This was the toughest projects in independent India. It has been mentioned in Extreme Railways. It's a TV program hosted by Chris Terrance and seen all over the world. This Konkan Railway project involved building 93 tunnels across 82 kilometers and almost 150 bridges. In terms of cost and time overruns, I think no other project has been so successful. Without any significant cost or time overruns, it was completed by Dr. Sridhar. Going on to say that he has been on the panels and advisory boards of all the metro projects in India, whether it is Lucknow or Kochi, and hence the subsequent Metro Man. We are lucky and blessed that Metro Man has chosen Palakkad to represent in the coming assembly. I now hand over the mic to Sri Lakshmi, who would like to say a few words
about Dr. Sridhar. समस्त जनकल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्मविद्वരം. മാന്യ സദസ്സിനെ വന്ദനം. ഇന്നിവിടെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് മീറ്റ് ദ മെട്രോമാൻ, പാലക്കാട് നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി E. ശ്രീധരൻ സാറിന്റെ വാക്കുകൾ നമുക്ക് നേരിട്ട് ശ്രവിക്കുവാൻ അവസരം നൽകുന്നതാണ്. ഈ വേദിയിൽ അദ്ദേഹത്തെക്കുറിച്ച് ഏതാനും വാക്കുകൾ സംസാരിക്കുവാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷം. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, എറണാകുളത്തെ എൻ്റെ കോളേജിലെ സഹപാഠികളും അവരുടെ മാതാപിതാക്കളും മറ്റും ഈയിടെ എന്നോട് ചോദിക്കുകയുണ്ടായി, പാലക്കാട്ടിൽ നിന്നാണല്ലേ വരുന്നത്, അവിടെ നമ്മുടെ മെട്രോമാൻ ആണല്ലോ സ്ഥാനാർത്ഥി, നിങ്ങൾ ശരിക്കും ഭാഗ്യവാന്മാരാണ് എന്ന്. അതെ, ഒരു മെട്രോ സിറ്റിയിൽ നിത്യജീവിതം അനുഷ്ഠിക്കുന്ന ജനങ്ങൾ എന്ന നിലയ്ക്ക് അവർക്ക് ഒരിക്കലും ശ്രീധരൻ സാറിനോട് കടപ്പെടാതിരിക്കാനാവില്ല. ഓരോ ദിവസവും അവിടുത്തെ ഗതാഗത സംവിധാനങ്ങളിൽ നിന്നും ഒരു റിലീഫ് എന്ന പോലെ ഇത്രയും പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ അവരെ എല്ലാ ദിവസവും സഹായിക്കുന്നത് കൊച്ചി മെട്രോയും അതിൻ്റെ സംവിധാനങ്ങളുമാണ്. ഒരു വിദ്യാർത്ഥിനി എന്ന നിലയിൽ എനിക്കും ഏറ്റവും സുരക്ഷിതത്വവും അതുപോലെ തന്നെ സമയലാഭവും നൽകുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ ജനറൽ നോളജ് ടെക്സ്റ്റ് ബുക്കുകളിലെ ഹൂ ഇസ് ദ മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമായാണ് E. ശ്രീധരൻ എന്ന വ്യക്തിയെ ഞാൻ ആദ്യമായി കണ്ടിരുന്നത്. പിന്നീട് ഒരു 2-2.5 വർഷങ്ങൾക്ക് മുൻപ് 2018 ചിന്മയ സമാധി ദിവസം ചിന്മയ മിഷൻ മുഖ്യ അതിഥിയായി സ്വീകരിച്ചത് E. ശ്രീധരൻ സാറിനെയായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ കാല് തൊട്ട് വന്ദിച്ച് ഒരു ചെറിയ ഉപഹാരം നൽകാനുള്ള നിയോഗം എനിക്കുണ്ടായി. അന്ന് നൽകിയ ഓട്ടോഗ്രാഫും ആ ദിവസവുമെല്ലാം ഇന്നും ഒരു മറക്കാനാവാത്ത ഓർമ്മയാണ്. ഒരു വിദ്യാർത്ഥി എന്ന നിലയിലും അതുപോലെ തന്നെ ചിന്മയ യുവകേന്ദ്ര മുഖ്യ ഒരു പ്രധാന അംഗം എന്ന നിലയിലും എനിക്കത് മറക്കാനാവാത്ത ഒരു ഓർമ്മയാണ്. പിതൃതർപ്പണത്തിനായി രാമേശ്വരത്തിലേക്ക് വഴി നയിക്കുന്ന പാമ്പൻ പാലത്തിന്റെ നിർമ്മാണത്തിലൂടെ ആരംഭിച്ച ഔദ്യോഗിക ജീവിതം. പാമ്പൻ പാലത്തിന്റെ നിർമ്മാണത്തിനെ കുറിച്ച് ഈ സദസ്സ് വെച്ച് തന്നെ നമ്മൾ പറയുകയുണ്ടായി. വളരെ നിശ്ചിത സമയം കൊണ്ടാണ് അതിന്റെ പണി പൂർത്തിയായത്. അപ്പോൾ അങ്ങനെ ആരംഭിച്ച തന്റെ ഔദ്യോഗിക ജീവിതം ഇത്രയും ലക്ഷ്യം കണ്ടതിന് തീർച്ചയായും സ്വർഗത്തിലെ പൂർവികന്മാരുടെ അനുഗ്രഹമാണ് സാറിന് ലഭിച്ചിരിക്കുന്നത്. പാമ്പൻ പാലം, അതുപോലെ തന്നെ കൊങ്കൺ റെയിൽവേ, പാലാരിവട്ടം പാലം തുടങ്ങി നിരവധി വലിയ പ്രൊജക്റ്റുകൾ നിശ്ചിത സമയത്തിന് മുന്നേ തീർത്ത് സാങ്കേതിക വിദ്യയും വികസനവും ഒന്നിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകളിൽ അദ്ദേഹം കയ്യൊപ്പു ചാർത്തി. ഡൽഹി മെട്രോയുടെ നിർമ്മാണ വേളയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണത്. ഡൽഹി മെട്രോയുടെ നിർമ്മാണ വേളയിൽ ഒരു മരം പോലും മുറിക്കപ്പെട്ടിരുന്നില്ല. ഡൽഹി മെട്രോയുടെ പണി പൂർത്തിയാകുന്നത് വരെ തീർത്തും അത്യാവശ്യമായി മുറിക്കേണ്ടി വന്ന ശാഖകൾ, മരങ്ങളുടെ ശാഖകൾ മാത്രം എടുത്ത് വേറൊരു സ്ഥലത്ത് അതിനെ പറിച്ച് നട്ട് വളർത്തുകയായിരുന്നു സർ ചെയ്തത്. അപ്പോൾ ടെക്നോളജിയോടൊപ്പം അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയോടൊപ്പം പ്രകൃതിയുടെയും കൈ പിടിച്ചാണ് ശ്രീധരൻ സർ തന്റെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് നയിച്ചു കൊണ്ടുപോയത്. കഴിഞ്ഞ ആഴ്ച ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഞാൻ വായിക്കാനിടയായി, ടെക്നോക്രാറ്റ് E. ശ്രീധരൻ ഓൾ സെറ്റ് ടു സെർവ് ഹിസ് നേറ്റീവ്. 67 വർഷം കേന്ദ്ര സർവീസ് ഉദ്യോഗസ്ഥനായ സാറിന് തന്റെ റിട്ടയേർഡ് ലൈഫ് അല്ലെങ്കിൽ ഏറ്റവും സുഖസുന്ദരമായി വീട്ടിൽ നയിക്കേണ്ട കാലം ഇപ്പോൾ താങ്കൾ എന്തിനാണ് രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള കാരണം എന്ന് ആ ഇന്റർവ്യൂർ അദ്ദേഹത്തിനോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ 20 വർഷക്കാലം നിങ്ങൾ കേരളത്തിൽ കണ്ട അഴിമതി രാഷ്ട്രീയമല്ല എൻ്റെ വീക്ഷണം, വികസനമാണ്, ഡെവലപ്മെന്റ് ആണ് എൻ്റെ വീക്ഷണം, അതിലധിഷ്ഠിതമായ രാഷ്ട്രീയമാണ് എൻ്റേത്. സ്വന്തം എതിരാളികളുടെ കുറ്റങ്ങൾ എണ്ണി പറയാതെ, അവരെ കുറച്ചു കാണാതെ, സമരമുറകളില്ലാതെ, സ്വന്തം കാഴ്ചപ്പാടിൽ അടിയുറച്ച് വിശ്വസിച്ച് ഇനിയുള്ള വർഷങ്ങളിൽ തന്റെ കർമ്മമണ്ഡലം ജനങ്ങളെ സേവിക്കലാണ്, അതായത് നമ്മളെ ഓരോരുത്തരെയും സേവിക്കലാണ് എന്നാണ് അദ്ദേഹം ആ ഇന്റർവ്യൂവർക്ക് നൽകിയ മറുപടി. അതുപോലെ ഭഗവത്ഗീതയെ സ്വന്തം സന്തത സഹചാരിയായി കാണുന്ന ഒരാളാണ് ശ്രീധരൻ സർ. ഗീതയിൽ പറയുന്നുണ്ട്,
ഉദ്ധരേദാത്മനാത്മാനം നാത്മാനം അവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ. ഞാൻ തന്നെയാണ് എന്നെ സേവിക്കേണ്ടത്, ഞാൻ തന്നെയാണ് എൻ്റെ ബന്ധു, ഞാൻ തന്നെയാണ് എൻ്റെ ശത്രുവും മിത്രവുമെല്ലാം. ഇങ്ങനെ ഈ കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന സാറിനെ പോലൊരാൾ ഞാൻ തന്നെയാണ് എന്നെ സേവിക്കേണ്ടത് എന്ന് പറയുമ്പോൾ, ഞാൻ എൻ്റെ ജനങ്ങളെ സേവിക്കാൻ ഇതാ തയ്യാറായിരിക്കുന്നു എന്ന് നോക്കുമ്പോൾ, നാം ഓരോരുത്തരും തീർച്ചയായും കടപ്പെട്ടിരിക്കണം. അദ്ദേഹം നമ്മളിൽ സ്വയം തന്നെയാണ് കാണുന്നത്, നമ്മളിലൂടെ അദ്ദേഹം സ്വന്തം കാഴ്ചപ്പാടുകളെ നടപ്പിലാക്കുവാനാണ് നോക്കുന്നത്. അപ്പോൾ ആ കർമ്മമണ്ഡലത്തിന്റെ ഭാഗമാവാൻ പാലക്കാടിന് സാധിച്ചത് തീർച്ചയായും നമ്മുടെ ഭാഗ്യം തന്നെയല്ലേ. ഇന്നിവിടെ കൂടിയിരിക്കുന്ന നവനിർമ്മാണ ശില്പികൾക്ക് അവസരങ്ങൾ തുറന്നു നൽകുന്ന ഒരുപാട് പദ്ധതികളാണ് നമുക്കായി കാത്തിരിക്കുന്നത്. ഇതെല്ലാം കൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഈ ശ്രീധരൻ എന്ന വ്യക്തിയെ മാത്രം നോക്കിയാവണം നമ്മൾ ഓരോരുത്തരും സമ്മതിദാനാവകാശം രേഖപ്പെടുത്തേണ്ടത് എന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Sri Lakshmi. That was great. We were all touched by your speech. I would now request Dr. Sridharan to kindly address the gathering. This will be followed by an interactive session where the members of the gathering can put up questions to Sir. Engineer Balakrishna Patkar, brother engineers, sister engineers, and wonderful girl, Sri Lakshmi, the way she talked in this to the dais so confidently and so apt words and apt sentences. I am grateful to the engineer fraternity here. Kakandi. No, it's audible, sir. It's audible, sir. No problem. I am grateful to the engineering fraternity assembled here for giving this chance to meet you and to interact with you. I am sure the first question arising in your mind would be, why this hardcore technocrat, at the age of 88 years, decided to enter politics? Ladies and gentlemen, there are three reasons for this. One is, I had the good fortune to serve the government for the last 67 years as an engineer and as a technocrat. During these 67 years, I had the opportunity and the good fortune to take up a large number of important infrastructure projects for the country and complete them in a very precision way to the benefit of the people. I felt the accumulated experience of handling large projects so precisely and the technical knowledge that I had gained doing them should be available to our state hereafter also. This is not a time just to retire and relax. Bhagavad Gita says, Loka Sangraha, right to the last day, that is serving our people. So that is one reason. Second reason was, after retiring from the post of the Managing Director of Delhi Metro, I shifted to Kerala and was living here for the last 10 years. The first 5 years was the regime of the UDF government. The next 5 years, the regime of the LDF government. My friends, as a technical engineer, as a technocrat, I was so disappointed how our state is being run. I thought these two governments have brought our state to
to such a dependable stage in all matters. We have to depend upon our neighboring states for everything, I find. Food, vegetables, eggs, chicken, electricity, even water, everything. We are not at all self-sufficient. Is it the way, after 65 years of Aikya Kerala, the state should come to this very sorrowful state? And look around the other states in the neighborhood, Tamil Nadu, Kerala, Karnataka, and even Andhra, which is a recent state. They are so advanced. Why the Kerala government, Kerala alone did not advance in this fashion? Everybody was very happy. Everything was going well because we were all depending upon the money order economy from outside. Money used to flow into Kerala because our people have no job opportunities here. They go out and send back money. So we did not see the chasm below what was happening. This has got to be changed. Our state has got to be brought forward. Development has to come. And whatever I can do with my experience and expertise, that should be used for that purpose. Unfortunately, we engineers, we are very technical people, and we are only technically oriented. We don't have the powers, we don't have even the persuasion to deliver our best experience and expertise for the good of the country. The politicians do it. And you all work under the directions of the politicians. What are the interests of the politicians? The interest of politicians basically is to ensure that they are re-elected in the next election. So whatever is necessary for getting re-elected is their main priority. They are not bothered about what happens in the country. They are only interested in their own party welfare. This aspect, this state of affairs has got to be changed. And the third reason, all of you are aware, I have come to this present stage of life by hard work. And there are basically three reasons which brought me to my present level, or three cardinal values or virtues, I would say. First and foremost is integrity. When I say integrity, it's not merely honesty, it is something much more than that. If you look up the Oxford Dictionary, you will see that integrity means having high moral values in all aspects. And the second is professional competence. Whatever work we take up, we should know everything about that profession, or if we don't know, we should learn it. And if we are not able to learn, engage people who know it well, so that wherever we perform, we are able to perform excellently well. This professional competence is so essential in the engineering profession. And the third is a determination or a responsibility to serve the society. This one aspect generally we engineers forget. We have got a great motive or a great reason for being engineers, because this gives us an excellent opportunity to create wealth, to create infrastructure, and doing so many things which will serve the interests of the society. So I thought these values
or principles or accomplishments, what I have gained. I should set it as an example to Kerala engineers, to Kerala technocrats, to administration, and even to the politicians. We should change the way our state is being run. Just see what is happening in the state. A simple road which takes 12 years, 15 years for completion. A bypass road in Alwai took 40 years for completion. There are about 199 road bridges sanctioned for the state for the last 4 or 5 years. Not even one taken up and completed. Now, you know the importance of level crossing, elimination, trains, the accidents, and the delay that takes place in the trains. These sort of things have to change. We have to bring a new work culture to the state. Any project you take up, do it properly and in time and within the cost. That is most important. Ours is not a very rich country. We can't squander our resources in a princely fashion. This has got to be for the benefit of the people only. Well, these are my main objectives for entering into in the national arena or in the state arena as a politician. Now, many of you may not know that I am not a stranger to Palghat. I was born in Palghat district. I had my education from 1942 to 49 in the mission high school here and Victoria College. Therefore, I have a special bond or a special love for Palghat city. I wanted to say that during my remaining years, whatever expertise, knowledge or experience I have, that we use for the benefit of Palghat city or Palghat, this Palghat Mandalam. With that only, I am now sitting before you as a politician and requested you to make it possible for me to serve you. How is it possible? Only giving your valuable votes or accord your valuable votes in the lotus emblem of Bharatiya Janata Party and make me win the elections. In fact, I have no doubt about my winning the election because my last 7-8 days doing the electioneering, I have seen that people are not looking at me as a politician or even as a BJP worker. They are looking at me as a metro man who can come to the rescue in many matters. Therefore, a lot of attention and a lot of improvement. These are, if you take it in Malayalam, 4 V's. V. One is Vikasana, development. 2, Vyavasayam, industries. 3rd, Vidyabhyasam, raise the level of standard of education in the state. And 4th, bring in Vishuddha Bharanam, very upright and very transparent, corruption-free, scandal-free governance to the state. These are my 4 areas. Regarding development, areas which I feel we should all, as engineers, think and do would be, by the way, I came to know that Palghat has no master plan even for development. As an engineer, that is our basic document. What is the plan for development? What is the time schedule for development? How are you going to do it? How are the resources to be
garnered for this purpose. So a master plan for Palghat city has got to be developed. In fact, for the whole Palghat constituency has to be developed. I feel that can be easily done within about 2 to 3 months' time. Particularly with so many eminent engineers sitting here, your valuable experience and valuable suggestions would help me in this matter. We may have a horizon of 20 years or 25 years, but have the first phase for this plan, that is, in the first 5 years, what we should achieve. Some of the items where I feel immediate action required is protected drinking water supply 24/7. Why can't we have water supply in every house all the 24 hours and all the 7 days of the week? We depend upon Manampura for this purpose. Manampura has got silted, and if this silt is removed, its capacity can be raised at least by another 30-35%. And I think that is enough to cover the water supply needs for 24 hours. That will be the first priority. And then also how to get Manampura recharged even during the lean seasons. Many of you may not know that the waters of Dharapura, for which we have an agreement with Tamil Nadu. Tamil Nadu is not at all respecting that agreement. Lot of water is thrown away by Tamil Nadu and taken away. As a result, hardly any water flows to west during the lean seasons. This has got to be rectified. We should get water. And then there are technical solutions. How we can get water even during summer time. We engineers can easily find solutions for this. In fact, any development that should flow from the brain of engineers. As engineers, we have a responsibility to contribute to the prosperity of the country through the knowledge that we have, through the knowledge and experience that we have. That is another thing. The next priority here I find is solid waste management. I was shocked to see waste being thrown all over the municipality along the roads. I don't think we can blame the people who are throwing waste on the roadside because they have another alternative. There is no system available for the waste management, the solid waste management here. There is something wrong, some serious disconnect between the local self-government and the government at Trivandrum. If you see the way municipality works, they have hardly any powers, they have hardly any resources, and hardly any support to get schemes implemented on time. And the third area which I am very, very fond of is bring a green cover in the city. If you can plant 5 lakh plants every year for the next 5 years, 25 trees will come up. It will take time, but at least our children will have the benefit of it. An excellent green cover for the whole city. That will reduce the temperature itself by about 3 to 4 degrees straight away. Now coming to industries, you know that for the last 20 years or so, no industry has come to the state. No serious industry has come to the state. On the other hand, some of the industries which were doing very well, they are migrating out, they are taking it out of the state. Like the V-Guard industry of cultures of Chitrapalli. What a wonderful man he is. You
can see he's not an engineer. But the engineering industry he started, it was thriving so well, but red flags of the state did not allow him to go in properly. It is high time we take away the red flags from the state and plant green flags, create environment and infrastructure and tempt or coerce or attract investments and investments in industry. Ladies and gentlemen, without industry, we cannot create wealth. And if big industries come, there will be a lot of ancillary industries also coming up automatically. And more than that, industry provides employment opportunities to our youngsters. This is very essential. We may have to do, I don't know what steps are necessary in the matter. We may have to even resort to certain legislation, harsh legislations, to see that industries are attracted and protected and nurtured in this state. The third area is education. Not only our education standard has gone down, the facilities are not adequate. We find people from students from Palghat, they have to go to Coimbatore or Bangalore or Chennai for higher studies. Now this situation has to change. Why can't we create good educational destinations in Palghat itself? This can be within about 5 to 10 years. We can convert into an excellent destination for good and high standard education. I am not mentioning about the health schemes here. We have to wait such a long time to get a medical college. Even if the medical college is not complete. There are so many corruption scandals in regard to the medical college. It is my intention that Kerala does not have an All India Institute of Medical Sciences. The only state does not have it. Every state has been provided. Our Kerala government, these two regions, could not find a proper place and a proper area and offer it to Government of India for setting up All India Institute of Medical Sciences. I had occasion to meet the Honorable Health Minister of Centre, Dr. Harshvardhan, and posed this problem to him. He told me, you show me the place, and within 2 years, Kerala will have an AIDS. What were our politicians doing on this? They were only busy looking after the party and party interests, and not the interests of the state. Well, the last item I have already touched a little earlier. We want a government with a new, absolutely different work culture, where things are done fast, within time, and within the estimate. I remember the road leading to Guruvayur temple. There's a level crossing there. It is not a very busy level crossing, but very often vehicles get blocked there. I got a level crossing sanctioned for that area about 12 years back. Even today, that road over work is not started. Is it the type of thing that we want in our state? Dear engineers, we have to bring this nation up, our state up. You have a responsibility. The normal tendency of engineers is to do their work, whatever is possible, do it. Often what you are not allowed to do things the way you want. A chief engineer has no power to transfer an assistant engineer in the state. How will the department be disciplined, controlled? All the technical departments of Kerala are headed by IAS people. Have you noticed that? Whether it's
Kerala Water Supply, Kerala Road and Buildings Organization, the Cochin Metro Organization, Kerala Electricity Board. Why is that we engineers are not able to capture the technical posts and allow IAS people to be heading these organizations or institutions? And very often, particularly in KW, Kerala Water Authority, I found the MD of KW is an IAS officer with 3 or 4 years experience. And engineers with 20-25 years experience have to take orders from this small IAS, inexperienced IAS person. We have to capture all the technical posts in the state. We have to dictate how things have to be done. The chief engineer, we should have full powers to transfer all his officers, including the superintendent engineers. This sort of thing has got to be brought. A new work culture, a new work style, and a responsible governance has got to be brought in. This is my effort. Ladies and gentlemen, I am very happy to have this opportunity to meet you and interact with you. Thank you very much. I'm sure many of the engineers present in this august gathering will have questions to ask, sir. We now actually throw open the forum for an interactive session. You may put forth your questions to sir. If you have anything to say, you can kindly do so. Sir, I have to ask one. My name is ഒരു കാര്യം മെൻഷൻ ചെയ്തില്ല. ഞങ്ങൾ ഒരു പേടി ദൂരമായിരിക്കുന്ന നമ്മുടെ തൃശ്ശൂർ യാത്ര കുരുങ്ങാൻ 10-15 കൊല്ലായി. ഇതുവരെ വാളയാർ ചെക്ക് പോസ്റ്റ് ആയിരുന്നു നമ്മുടെ പേടിത്തൊപ്പന. എന്നും കുടുങ്ങിയിട്ട് 4 മണിക്കൂർ 3 മണിക്കൂർ. ഇതുവരെ ആയിട്ടും ഈ ജില്ലയിൽ നിന്ന് ആ ജില്ലയിലേക്ക് കടക്കാൻ ഒരു സമയബന്ധിതമായിട്ട് നമുക്ക് പോകാൻ എന്നൊരു പേടിയാണ്. ഒരു എയർപോർട്ടിലേക്ക് പോകാനോ അതൊരു കാര്യം. നമ്മുടെ പല രാജ്യങ്ങളും 30-40 കിലോമീറ്റർ കടന്നു വേണ്ടി കൂടെ 4 കൊല്ലം 3 കൊല്ലം കൊണ്ട് തീർക്കുമ്പോൾ ഈ 962 കിലോമീറ്റർ അല്ല മീറ്റർ നീളമുള്ള നമ്മുടെ തുരക്കം പോലും നമുക്ക് തീർക്കാൻ സാധിച്ചിട്ടില്ല. ബീങ് ആൻ എഞ്ചിനീയർ എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ പലതും അറിയാം. പക്ഷേ ഐ നോട്ട് ഗെറ്റ് ടു ഡിസ്കസ് ഓൾ ദ തിങ്സ്. പക്ഷേ അതൊന്ന് ഒരു പ്രിയോറിറ്റി ആയിട്ട് ബാക്കി എല്ലാറ്റിലേക്ക് ഇരുന്നോ ടൈം ആൾമോസ്റ്റ് ഒരു 60 or 70% കംപ്ലീറ്റഡ്. പക്ഷെ അത് ജയിച്ചു പോകാൻ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അതായിരിക്കും. ഇത്രയും കാലം വാളയാർ കൂടിയും കിടന്നു. ഇനിയിപ്പോൾ നമുക്ക് തൃശ്ശൂർ വാളയാർ കടന്നാൽ വടക്കഞ്ചേരി എത്താൻ തൃശ്ശൂർ എത്താൻ പറ്റാത്തൊരു ചുറ്റുപാടാണ്. 11 കൊല്ലമായി ആ തുരങ്കം വെച്ചിട്ട് നമ്മൾ കളിക്കുന്നു. ഒരു റോഡ് ഇത്രയൊന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു എഞ്ചിനീയർ എന്ന നിലയ്ക്ക്. അതിന് ടോപ്പ് പ്രിയോറിറ്റി കൊടുക്കണമെന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. Don't you think we engineers are also responsible for this? I basically blame the engineer in charge. The engineer in charge of the project, not the politicians. You see, this is what our problem. Perhaps little ego. If he does not know a thing, you see, the problem there is a national highway. But the national highway is in charge of the local engineers. The work culture among our engineers in Kerala state is very, very horrible, I would say. Why did we do that? And individually, if you take up, they are brilliant people. But in the system, they are absolutely effortless, absolutely not able to manage. Why? Because this is again we are like every engineer wants to be near his home. He doesn't want a transfer. He wants a promotion. He wants to please the local MLAs. I am really please. I can understand pleasing a minister, but why the local MLAs? Don't you think our own engineers are responsible for this sort of thing? This Palari Water Bridge.
latest instance where I have to intervene. When Paladi Bridge, within 2 years of completion, had to put out a commission because of large number of cracks. Who is to be blamed? Should we blame the politician or should we blame the engineer? And in a very casual way, I met a reporter. The Kerala government invited IIT immediately to find out what needs to be done for Paladi Bridge. I casually mentioned to a reporter, why should they run to IIT Madras for this purpose? We all know that IITs are definitely center of excellent engineering, but they are all theoreticians. They don't have practical knowledge. Only an engineer with practical knowledge will know what has gone wrong and what has got to be done. I made this remark. By the time IIT had already come, they had prepared some reports also. And I found what IIT had proposed, as I expected, was totally wrong. The solution was not that. Why the government, immediately, this is another thing that is happening in our country. Why did not the government, when they found that the bridge has cracked, why did they not set up a technical team to find out what went wrong? Even today, nobody knows what went wrong. The government was only after the contractor, the engineers, arrested them, put them behind bars. This sort of thing was happening. Vigilance against them. Not trying to find out the reason for why this has happened. So that we can prevent this sort of disasters with other bridges. Exactly what happened to 2018 floods. 2018 flood, what havoc the flood situation brought in. Nobody bothered to find out what the floods occurred. Everybody knew these were man-made floods and not natural floods. A technical team, a competent technical team could have easily found out what had gone wrong so that it does not get repeated. It got repeated in 2019 and we don't know again will get repeated next year or 1-2 years after. No, any sensible government would have immediately put up a high-level technical team to find what has gone wrong. This government did not do it. And they claim that they have handled the flood situation marvelously well. I don't give any marks to them in regard to this. So, basically, our engineering profession, our engineering fraternity in the state also have to change their attitude, their commitment, their sincerity. It is required. Good evening, sir. Namaskar. Today, Palakad industrial development. Small scale level Dharana, Pradakaran, Caltron, Finish Tata, Telecom, John Theatre, John Initiation, private company, working in the industrial development on the small scale level, industries and Yan support of support bank or support in skilled labor. Skilled labor development at the state elected boy. Illa units close to Shastra Parihara or the Tower. Again, I'm sorry I have to make some harsh remarks. I'm sorry I have to make some harsh remarks. You say you are in Caltron. At one time, Caltron was the most prized technical institution in our country as a whole. What KPP number made? Why did it decay to this level? Why? Simple reason, again an IAS man was put in charge of this industry, not technical people. What the government does,
is, even if they put a technical person, they put a person of their choice or person who is of their political leanings. Such a person is being put, not the most competent person. When Delhi Metro was to be constructed, I am from the south, I don't know even Hindi well. Why did the government take me to Delhi and put me in charge of Delhi Metro? To keep the very competent person in charge. An upright person, an honest person, who is competent technically. That was never done. Today, culture is gone. But it can be brought back. In the new idea that I have, all this can be revived one by one. I will not keep an IAS man in charge of Caltron anymore. You must select it. It may be an all-India selection. Keep the best person who can turn around Caltron and make it a very useful organization. And the main problem is not technological problems. The problems are militant, militant unionism. This is the main problem. Do you know, when I was constructing the Kochi Metro, on the surface everybody felt it was very well, going on very well, to time, etc. But how much my contractors suffered because of the union problems? All the union leaders have to be paid bribes to keep quiet. Everyone, all types of union. This is the type of culture we want in the country. And how many contractors lost because of that? Most of the contractors fail because they are not allowed to work properly. They have to go on periodical payments to union leaders, to party leaders, and even to party bosses. With the result, with the remaining money, they are not able to complete the work. I am sure what has happened in Kudarani is also the same. He has no resources to finish the work. This sort of thing has to change. Gentlemen, as Krishna Panikar mentioned before you, it is high time intellectuals like us wake up and take active part in politics. We should take active part in politics. We should not allow this sort of things to happen. Let us not be merely as silent sufferers anymore. I'm calling silent sufferers. We just keep quiet and suffer. That should not be the case. I would request every one of you to take active interest and see that you elect a person who will deliver goods. An honest person is only elected and not others. Not only you must prevail upon your friends, relatives, everybody whom you are voting. Be very careful whom you are giving your valuable votes. Thank you very much. Good evening, sir. My name is Abhin Mode. I am presently the chairman of Indian Institute of Architects, Palakkad, and I am also an educationist. I am the principal at Global Institute of Architecture, Patripana. First of all, I must really thank you for this occasion because this is the first time, personally, I have been invited to any meeting which is to be conducted by the person who is going to be elected or who is contesting for in politics. And I'm very thankful for that, and I really see this as a very, very positive thing. I have, over the period of a few years, I have actually worked on a lot of development proposals for Palakkad, which through experience, through what I have seen personally, and through my talks with a lot of my fellows, my friends, my relatives, my friends, my students. So I prepared a list. If I can have your email address, I will definitely mean that it is not one or two that I can just speak about now. So that is just one part I wanted to cover. And two, there are several issues like post-pandemic, even in the building industry, we see a sudden and irrational rise in the cost of building materials, and the cost of so many, anything, right from steel to cement, everything has gone up for
we do have certain reasons why it is happening. But even then, in Kerala, it has gone up very high in a matter of a few months. So we have written to so many people regarding this, but I don't think action can be taken in one go. But definitely I will request you to consider so many issues, because an increase in the cost of cement, an increase in the cost of steel affects the very common man also. Anybody who thinks of a house, anybody who thinks of any progress definitely has a lot of stock in all these. And I'm really happy that you have said about industries, because that is also something that is one of the more core issues why Kerala is not moving forward. If you look at Balayar, around 5 to 10 trucks come inside Kerala, just one truck goes outside Kerala. That itself suggests that we are an import market. And on your behalf, I just wanted to make one question to everybody present here, just in case. In the first place, do you really think, are you happy with the way things are happening in Kerala, in Palakkad for that matter? Do you really think there is a need for a change? And if at all you think there is a need for a change, do you think the same kind of your voting pattern, the same kind of your choices will make a difference? I'm not a member of any party as such, but definitely looking at the credentials of Dr. Sridharan, I feel this is one of the best times, the best change that can happen to Palakkad is right in front of us. And if we are going to miss this opportunity, then I don't think we will be answerable to the future generations. I really hope a change happens. Thank you so much. Last two questions. Anybody? Good evening, sir. എൻ്റെ പേര് രാജേന്ദ്രൻ. സാർ, വികസനത്തെ പറ്റി പറയുമ്പോൾ കേരളത്തിൽ പൊതുവെ വികസനം പത്രത്തിൽ കൂടിയും വാക്കുകൾ കൂടിയും മാത്രമേ ഉള്ളൂ. സാർ പറഞ്ഞത് വളരെ അർത്ഥവത്താണ്. കാരണം 1969 ഞാൻ DPI സ്കൂളിൽ SSLC പാസ്സായ ആളാണ്. 69 അതിന് ശേഷം വിക്ടോറിയ പഠിച്ചു, പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു. 69 ഇപ്പോൾ സാർ ഈ കാണുന്ന ഈ സുൽത്താൻപേട്ട് ജംഗ്ഷൻ ഇപ്പോൾ അതുപോലെ തന്നെയാണ്. ഒരു ഡെവലപ്മെന്റും ഇതുവരെ കേരളത്തിലും മറ്റുള്ള ജില്ലകളിലും വന്നിട്ടുണ്ടെങ്കിൽ പാലക്കാട് ജില്ല പൊതുവെ ഒരു വികസനം മുരടിപ്പെട്ടുള്ള ഒരു ജില്ല തന്നെയാണ്. പൊതുവെ നമുക്കറിയാം, വെറുതെ കെട്ടിടങ്ങളൊന്നും അല്ലാതെ റോഡ് വികസനമായിട്ട് വേറെ ഇൻഫ്രാസ്ട്രക്ചർ വികസനം ഒന്നും ഇതുവരെ വന്നിട്ടില്ല. എക്സെപ്റ്റ് ഇപ്പൊ നമ്മുടെ ഹൈവേ വന്നു, വാജ്പേയി ഗവൺമെന്റ് കൊണ്ടുള്ള ഹൈവേ, അതുകൊണ്ട് മാത്രം പാലക്കാട് മോശമായി മാറി എന്ന് പറയുമ്പോൾ ആ സൈഡിൽ കൂടെ പോകുന്നു എന്നല്ലാതെ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു തരം വികസനം ഇതുവരെയും വന്നിട്ടില്ല. ഇത് സാറ് പറഞ്ഞ പോലെ ഞങ്ങളുടെ മനസ്ഥിതി മാറാത്തതുകൊണ്ട് തന്നെയാണ്. അതൊരു മാറ്റം തീർച്ചയായിട്ടും വേണ്ടതാണ്. അതിനെ സാറിനെ പോലെയുള്ള സാങ്കേതിക വിദഗ്ധരെ ഈ മേഖലയിൽ കടന്നു വരുന്നത്. ഒരിക്കലും ഈ സാങ്കേതിക വിദഗ്ധന്മാരെ രാഷ്ട്രീയത്തിൽ കടന്നുകൂടാൻ പാടില്ല. അതൊരു അയിത്തചടനം പോലെയാണ് നടന്നിരിക്കുന്നത്. അത് മാറ്റിയെടുക്കാനുള്ള ഒരു ആദ്യ അവസരമായിട്ടാണ് സാറിന്റെ ഈ വരവ് ഞാൻ കാണുന്നത്. അതിനുകൂടെ നമ്മൾ പാലക്കാട് ജില്ലയിൽ നമുക്ക് രാഷ്ട്രീയത്തിലുപരിയായിട്ട് ഏത് പ്രദേശമായാലും വികസനമാണ് ആവശ്യം. വികസനം ഉണ്ടെങ്കിൽ രാജ്യം വളരുള്ളൂ, ജനങ്ങൾ വളരുള്ളൂ. അല്ലെങ്കിൽ രാജ്യം എപ്പോഴും ദാരിദ്ര്യത്തിന് കൂടെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ പാലക്കാട് മാത്രമല്ല, കേരളത്തിൽ തന്നെ എന്താണ് ഇവിടെ വികസനം എന്ന് പറയുന്നത്? കുറെ ആൾക്കാർ ഇവിടുന്ന് പഠിച്ച് പാസ്സായി മഹാനഗരങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിൽ പോയി പണിയെടുത്തുകൊണ്ടിരുന്ന കാശ് കൊണ്ടാണ് ഇവിടെ എന്തുണ്ടായി എന്ന് പറയുന്നത്. അതല്ലാതെ ഇവിടെ നിന്ന് ജോലിക്ക് ഇപ്പൊ എന്തിനാണ് നമ്മൾ ഇവിടുന്ന് പഠിച്ചവരെല്ലാവരും പുറമേക്ക് ജോലിക്ക് വേണ്ടി പോകുന്നത്? ഇവിടെ ജോലി ചെയ്യുന്ന അവസരങ്ങളില്ല, തൊഴിലില്ല, തൊഴിൽ സ്ഥാപനങ്ങളില്ല. കറക്റ്റായിട്ട് ആ സ്ഥാപനങ്ങൾ കൊണ്ടുവരണം, വലിയ വലിയ സ്ഥാപനങ്ങൾ കൊണ്ടുവരണം. എല്ലാവരും മടിച്ചു നിൽക്കുകയാണ് ഈ സംസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ജില്ലയ്ക്കോ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ. അതിനൊരു മാറ്റം വന്നാലേ തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ നേരിടാൻ പറ്റുള്ളൂ. അതിന് സാറിനെ പോലുള്ള ഈ ഇടപെടൽ തീർച്ചയായും അനിവാര്യമാണ്. അങ്ങനെയുള്ള ഇനിയും കടന്നു വരണം. അതിന് സാറിന് ഇതിൽ എന്താണ് ഉപദേശിക്കാനുള്ളത്? നമ്മുടെ ഈ പാലക്കാട് ജില്ല പൊതുവെ എല്ലാം മെല്ലെ മെല്ലെ ആവുള്ളെങ്കിൽ പാലക്കാട് ജില്ലയുടെ ഈ വികസനത്തിനെ പറ്റിയിട്ട് സാറിന് ഉള്ള പൊതുവെ ധാരണ എന്ന് പറഞ്ഞാൽ കൊള്ളാം. താങ്ക് യു. I have briefly touched upon that, and not only details. I told you the first step is we must have a master plan for development. First step. And that should be discussed with all stakeholders, a consensus should be reached, and that should be a very holy document thereafter. And everything should be according to that document. Certainly, if I get a chance, and if I come as your MLA, first thing I will do is only this sort of thing. Consultation with all stakeholders, get all ideas, and then finalize our plan of action. That's the point. Now, this sorry state of affairs, don't you think we are ourselves responsible?
Why are we going on giving our votes to the wrong persons? Right? We are being fooled by the government. The government says we are keeping so many people happy by giving free food packets. We are giving kids food. What do you call that? Ration kits. What? How we are fooling the people? Who is funding this ration kit? You and I. Or they are borrowing money from outside for this purpose. Are you aware, during these 5 years of LDF government, the debt burden of Kerala has gone up by 75%? Are you aware that each one of us carry a debt burden of 1.2 lakhs on our head? Borrowing money and giving freebies is not Vikasana. But this is being fooled. People are there and people vote only for this sort of thing. Where is the real development that is taking place? It is high time all of us wake up. I am not requesting you to give me the votes. I am only requesting that as engineers we have a responsibility to the nation. Be very honest about it, very sincere about it, and very sure about it. Don't allow this sort of thing to happen. This is the message you should convey to everyone. Let not the politicians fool us anymore. And the engineers should take the upper hand in this because you have the knowledge. You know what is to be done. And don't say that we are helpless. I won't accept it. Sir, I am Nandu. 2019 NSS Engineering College pass out on BTech Civil Engineering. Sir, ഞാൻ ഈ ഇഷ്യൂവിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. അതായത് 2018 ബാച്ച് തന്നെ കോളേജിൽ പ്ലേസ്മെന്റ് വളരെ കുറവായിരുന്നു. KTയുടെ ഫസ്റ്റ് ബാച്ച് ആയിരുന്നു. റീസെൻ്റ്ലി എല്ലാ ഫ്രണ്ട്സും ജോയിൻ ചെയ്തത് സോഫ്റ്റ്വെയർ ഫീൽഡ് കമ്പനീസ് ആണ്. സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടികളാണ്. പക്ഷെ എല്ലാവരും ജോയിൻ ചെയ്തത് ജോബിന് വേണ്ടിയിട്ട് 4 വർഷം പഠിച്ചുകൊണ്ട് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് വീട്ടിലെ പ്രഷറും സൊസൈറ്റിയിലെ പ്രഷറും കൊണ്ട് എല്ലാവരും ജോയിൻ ചെയ്ത് TCS പോലുള്ള സോഫ്റ്റ്വെയർ കമ്പനീസിലാണ്. കുറേ കുട്ടികളുടെ ടാലൻസ് വേസ്റ്റ് ആവുകയാണ്. കുറേ പേര് നല്ല എയിമോടുകൂടി സിവിൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്ത് തന്നെ വരുന്നതാണ്. ചിലപ്പോൾ നമുക്ക് കേരളത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തന്നെ എന്തെങ്കിലും ഒരു രീതിയിൽ പാസ് ഔട്ട് ആവുന്നതൊക്കെ വേണ്ടി ചെയ്യാൻ പറ്റും. സാറിൻ്റെ ഡിസിഷൻ എന്താണ്? See, the situation is worse than what you have really brought out. Just before the COVID, I was traveling in a train from Kochi to Ernakulam. And the TT came to check my ticket. He did not know that who I was. I picked up a conversation with him and asked him, what is your qualification? I was shocked to hear he was a M.Tech in structures, a TTE. This is the state of affairs happening in our country. No employment or underemployment. We are not able to get employment for everyone. Why can't the civil engineers get employment if the building industry picks up? That's not happening. The pace of progress is so poor. Everything we get stuck up with the Palagyotam bridge. And civil engineers are responsible for this. So engineers are definitely responsible for what has happened. No other country will tolerate this sort of thing. I have certain things. I mean, I'm not publicly proclaiming these things. See, one good thing about Palakkad is we've got lots of vacant areas, most of them government areas. All this can be taken back and we can do so many things. In Palakkad, what is required is don't concentrate everything in Palakkad city. We should have small towns all around Palakkad city. These 3 panchayats, Karnadi, Mathur and Priyar. Things, see, we should dissipate the city, but establish an excellent public transport system. People can come here in 20 minutes and go back. That sort of system has got to be established.
satellite towns are necessary if you want to improve Balghat. During my election, I was going through many places. Do you know the type of roads that we have? If one vehicle is coming, you have to wait 10 minutes to cross that vehicle. All single lines, small roads all over. It is time we have to develop the city in a very magnificent manner. All that is possible. But the government has to change. And the power to change the government is with you. Please exercise it very cautiously and see that we select, I'm not saying myself, anybody, any constituency, select the most competent person. If you are not satisfied, I would even say don't keep your votes again. Keep quiet. Competent people are available. And some of you should enter politics for this purpose. You can't leave it to people who are only power hungry and money hungry. This is what is happening. Now what I was mentioning is, there is 200 acres of land taken near Kanchikode by Indian Railways for setting up a coach manufacturing factory. It has not been used, and I am sure it will never be used, because the coach manufacturing capacity of India is much more than what we want. I myself had set up 3 coach manufacturing factories in India: Baroda, Bangalore and Chennai. So this will not be used at all. Take back that land at whatever cost. Or being government land is very easy to take it over. And then set up either catalog parks, any other industries and things like that. You see, if you see the type of buildings and the way people are living, this morning I visited some of the colonies, horrible. We don't know when that building will collapse on their heads. This can be all to be rebuilt. Enough job for civil engineers for this purpose. Enough job for architects, how this is to be done. All of us should sit together and then work with the spirit of, let us serve the people properly, on the spirit. And not how to make money out of it. Money is required. We need money for our sustenance. But along with that, we should be able to serve also. നമസ്കാരം സാർ, എൻ്റെ പേര് ഗോപിനാഥ്. ഞാൻ പറളി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വരുന്നു. എനിക്ക് അറിയിക്കാനുള്ളത്, നമ്മുടെ ഭാരതപ്പുഴയുടെ ശോചനീയാവസ്ഥ ഏകദേശം പാലക്കാടിൻ്റെ വലിയൊരു ഭാഗം തന്നെ ഭാരതപ്പുഴ ഒഴുകുന്നുണ്ട്. ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ നിക്ഷേപിച്ച ഒരു കുളവാഴ അതിൽ നിന്ന് മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ്. 35 വർഷമായി കൺസ്ട്രക്ഷൻ ഫീൽഡിൽ എനിക്ക് ദിവസം അതിൻ്റെ ശോചനീയാവസ്ഥ കണ്ട് സങ്കടപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. സാറ് നമ്മുടെ പാലക്കാടിൻ്റെ പ്രതിനിധിയായി വരികയാണെങ്കിൽ എൻ്റെ ഫ്രീ ആയിട്ടുള്ള സേവനം ഞാനത് തരാൻ തയ്യാറാണ്. Talking about Bharatapura, I want to share with you some information. Do you know in Srimad Bhagavatam, Bharatapura is the only river mentioned flowing west in the Dravida land, and which is acclaimed as one of the holiest rivers. But what is its position today? Seeing the very unfortunate condition of this river, some of us have got together and formed a society called Friends of Bharatapura, and I am its president in the society. We have taken up many matters to prevent sewage and sewage flowing in the river, then sand mining to be stopped. But I found the only remedy is, if Bharatapura is to be saved, we must have Bharatapura Preservation Authority. Not an authority as a wing of the government, no. Independent, autonomous authority is required, for which a legislation is needed. I have taken this matter very seriously to the government of India, because Bharatapura happens to be interstate river.
Tamil Nadu also has to cooperate in this matter. I am sure the response from the government of India was very positive. They said if the state government can bring up this proposal, we will very seriously consider it. If there is a Bharatapuzha preservation and restoration and preservation authority, a statutory authority with full powers or enabled powers, things will change quickly. Within 2-3 years, we can change Bharatapuzha to its original glory and grandeur. Anyway, I'll be happy if you can get in touch with these friends of Bharatapuzha, be a member of it straight away. On behalf of the engineers of Palakkad. Due to Dr. Sridharan's tight time schedule, we cannot put forth many questions to him. So we will be kindly taking leave of this August gathering. Thank you once again everyone for participating, and I would like to mention Mr. K. Shivdas, one of our engineers of Palakkad, will be joining BJP today in the presence of Dr. Sridharan. I request Mr. K. Shivdas to kindly come up on the stage. This is a revolution we are wanting to bring. Thank you. I'll just tell someone. Hello? രണ്ട് വാചകം പറയണം എന്ന് വിചാരിക്കുന്നു. കുറേ വർഷമായിട്ട് അത് ഒറ്റ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് നോ how it came into my mind that I became a national feeling like that. No, anybody speak bad about India, I go to shout about something like that. I don't know. It was interpreted, but I did not find any place where I can work because of the political situation here. The politics is for Rashtriyam is for making their own pocketbook, not for the people. So I did not find anybody, but I started studying Modi when he was Gujarat Chief Minister. I find that whatever he did, I have read about him in good extent. I thought we have a leader to save India. And finally he became the PM. I thought I should join BJP. But it was going on in my mind. But only when Dr. Sridharan sir came to Palakkad to join us, and I thought this is the time for me. We should take his address details. And so I told Papan, I want to join BJP. I want to get the membership from Dr. Sridharan sir. He said, okay, very much. Thank you, Papan. Thank you all. Thank you, sir. And if it for any work, before election, or during election, or after election, I'm with you. Thank you. Thank you, Shivdas sir, for your kind words. No. Thank you, Dr. Kindly excuse me, another 5 minutes. Sure. The very purpose of my coming here is to address the engineers and motivate them to work for the country. But I got also a private interest, seeking your votes. Not only your votes, votes of your family members, votes of your friends, relatives, who have all got voting rights in this constituency. We have to change. And the change will come only if you vote BJP into power. There are very many other parties also. We have tried them for the last 65 years. They have failed us. Let us give a chance to BJP to improve the state. It's not merely Palakkad. Palakkad is one of the
probably backward district. Palakkad is a backward district, the way I see it. In spite of the fact that we have got so much of agricultural land with us. We must change it. And all of you, kindly, we have got only another 10, 11 days left. During this period, sell this concept of Rashtriyam. That what we want is development, industry, good education, and a good governance. We are not bothered about which party does it, but which party will do this, we should vote that party into power. Each of you, I am sure, will be able to garner at least another 20 votes. Engineers have got influential people. Very many people are working with you also, along with you in the same profession. Get all them together and tell them to see that the right person is given your valuable votes and allowed to win. Thank you. Thank you once again for being here, and let's all